എവരിവൺ വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയാർ. മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റേഷ്യോ അഥവാ അംശബന്ധം എന്ന് പറഞ്ഞ പോർഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ എന്ത് ചെയ്യും, നമ്മൾ ക്ലിയർ ആക്കും മക്കളെ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, വേഗം നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് കാണുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ എല്ലാ ഫീഡ്ബാക്കുകളും നിങ്ങൾ എന്ത് ചെയ്തോളാം, ഈ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട് വിട്ടോളാം കേട്ടല്ലോ. അപ്പം നമുക്ക് വേഗം സമയം കളയാണ്ട് നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോയാലോ. വാ. അഥവാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? എ ബി സി ഡി ഈസ് എ സ്ക്വയർ. എ ബി എത്രയാണ്? 4 അഥവാ എ ബി ഇവിടെ 4 അവർ തന്നെ പറയുന്നുണ്ട് കേട്ടല്ലോ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? എന്താ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കി വെച്ചോ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് 4 ഇതെല്ലാം എത്രയുണ്ടാവും? 4 കാരണം സ്ക്വയർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമചതുരമാണ്. അപ്പം 4 പെരിമീറ്റർ ആ 4 സൈഡും കൂടെ കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ ഈ 4 എന്ത് ചെയ്താൽ മതി? 4+4+4+ എടുത്താൽ മതി കേട്ടോ. അപ്പം 4 4 4 4 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാടാ നമുക്ക് കിട്ടുക? യെസ്, 16. അപ്പം 16 പെരിമീറ്റർ 16 അപ്പം യൂണിറ്റ് എന്താ വരിക? നിങ്ങൾക്കറിയാം 16 സെൻറ്റിമീറ്റർ ആണ്. ഇതേ നമ്മുടെ ഉത്തരം സെറ്റാണ്. ആൻസർ ഈസ് 16. സെറ്റല്ലേ? റെഡി അല്ലേ? അപ്പോൾ വേഗം നമുക്ക് അടുത്ത ബി പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അംശബന്ധം. ഒരു സൈഡും എന്തൊക്കെയാ ചോദ്യം നോക്ക്. ചോദ്യം എന്താ? ഓഫ് എ സൈഡ് ആൻഡ് പെരിമീറ്റർ. ഒന്ന് നോക്കി നോക്ക്. സൈഡ് എത്രയാ തന്നത്? സൈഡ് എന്ന് പറയുന്നതും അല്ലേ, വശം. സൈഡ് എന്ന് പറഞ്ഞ വശം. വശവും ആ സമചതുരത്തിൻ്റെ തന്നെ എന്തുവാണ് വേണ്ടത്? അല്ലേ, സൈഡുണ്ട് ചുറ്റളവുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവ്. ഓക്കെ, സൈഡ് ഇവിടെ എത്രയാ? എടാ ഒരു സൈഡ് എത്രയാടാ? ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ അത് 4. അപ്പോൾ സൈഡിന് പകരം നിങ്ങൾക്ക് എത്ര കൊടുക്കാം? 4:. പെരിമീറ്റർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 16 അല്ലേ. ഈ 4 കൂടെ കൂട്ടിയപ്പോഴാണ് 16 കിട്ടിയത്. ആ 16 ഇതിൻ്റെ താഴെ തന്നെ എഴുതുക കേട്ടോ. സൈഡ് കൊടുത്തു, പെരിമീറ്റർ കൊടുത്തു. ആ സാധനം എന്ത് ചെയ്തോളാം, ഒന്ന് വെട്ടി ചെറുതാക്ക്. 4 4 ഒരു തവണ, അപ്പോൾ 1:. അതുപോലെ തന്നെ 16 4 എത്ര തവണ ഉണ്ട്? 4 തവണ ഉണ്ടാവും അല്ലേ. 16 4 എത്ര ഉണ്ടോ? 4 ദേ നമ്മുടെ ഉത്തരം സെറ്റ്. ആൻസർ ഏതാടാ? 1:4. അപ്പോൾ സൈഡിൻ്റെയും പെരിമീറ്ററിൻ്റെയും റേഷ്യോ എത്രയാ? 1:4. അപ്പം നമുക്ക് വേഗം സമയം കളയാതെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ചോദ്യം നോക്ക്. എന്താ ക്വസ്റ്റ്യൻ? ദ നമ്പർ ഓഫ് ഗേൾസ് അല്ലേ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. റേഷ്യോ എന്ന് പറഞ്ഞ പാഠത്തിൽ ഗേൾസ് ആണല്ലേ. ഗേൾസ് ആൻഡ് ബോയ്സ് ആർ ഇൻ ദ റേഷ്യോ 2:3. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് അറിയോ? ഗേൾസ് ആണ് ഇവിടെ ആദ്യം പറയുന്നത് അല്ലേ. ഗേൾസിൻ്റെ, അതായത് പെൺകുട്ടികളുടെ അംശബന്ധം പറയുന്നുണ്ട്. എത്രയാണ്? ഇവിടെ ആദ്യമുള്ള റേഷ്യോ എത്രയാണോ അതാണ് പെൺകുട്ടികളുടെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്ന് എഴുതി നോക്കാം അല്ലേ. അപ്പം ഗേൾസിന് നമ്മൾ എന്തൊക്കെയാ? ജീന്ന് കൊടുക്കാം അല്ലേ. പെൺ. ബോയ്സിന് നമ്മൾ എന്ത് കൊടുക്കാം? ബോയ് എന്ന് കൊടുക്കാം. അല്ലാതെ ബി എന്ന് കൊടുക്കാം. ആൺ അല്ലേ, ആണെന്ന് കൊടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഗേൾ ആദ്യം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2 നമ്മുടെ ഗേളിൻ്റെ റേഷ്യോ വരുന്നത് 2:3. 2. ഓക്കെ, അടുത്തത് ബോയിൻ്റെത്. അടുത്ത റേഷ്യോ ഉണ്ട്. നേരെ അടുത്തത് ബോയ് രണ്ടാമത്തതാണ്. അപ്പോൾ രണ്ടാമത്തെ 3 ആരുടെ ആയിരിക്കും? ബോയുടെ ആയിരിക്കും. അപ്പോൾ ബോയ് ആൺകുട്ടിയുടെ 3. അപ്പോൾ ആദ്യം ചോദ്യം കിട്ടിയാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കട്ടോ, ഇങ്ങനെ ഗേൾസിൻ്റെ ബോയ്സിൻ്റെ ആ ഓർഡറിൽ തന്നെ ഇങ്ങനെ എഴുതി വെക്കാം. ഇനി ശ്രദ്ധിച്ചോ, അംശബന്ധം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏതൊരു റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധത്തിൻ്റെ കൂടെയും എക്സ് ചേർത്താൽ, അഥവാ എക്സ് എന്ന് പറഞ്ഞ ഒരു ചരം ചേർത്താൽ എന്തായി? എണ്ണം കിട്ടും. ഞാൻ പറയണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് വേണമെന്ന് വിചാരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇവിടെ എത്രയാണ് ഗേൾസിൻ്റെ അംശബന്ധം റേഷ്യോ? 2 അല്ലേ. ആ 2 കൂടെ എന്ത് ചേർത്താൽ മതി? ഒരു എക്സ് അങ്ങോട്ട് ചേർത്താൽ മതി. അപ്പോൾ 2 കൂടെ എക്സ് ചേർത്ത് എത്രയായി? 2x. അപ്പോൾ എണ്ണം കിട്ടണമെങ്കിൽ എപ്പോഴും എന്ത് ചെയ്താൽ മതി? അംശബന്ധത്തിൻ്റെ കൂടെ എക്സ് ചേർത്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്പർ ഓഫ് ബോയ്സ് ആണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്പർ ഓഫ് ബോയ്സ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക?
നേരത്തെ പോലെ തന്നെ നമ്പർ ഓഫ് ബോയ്സ്, ആൺകുട്ടികളുടെ എണ്ണം. എന്താണ്? ആൺകുട്ടികളുടെ എണ്ണം കാണണമെങ്കിൽ ആ അംശബന്ധം റേഷ്യോൻ്റെ കൂടെ എന്ത് ചേർക്കും? ഇവിടെ എക്സ് ചേർത്തില്ലേ? അതുപോലെ തന്നെ അതാ കണ്ടോ, ഇവിടെ 3ൻ്റെ കൂടെ എന്ത് ചെയ്തോളാം? എക്സ് ചേർക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. ഈ ഒരു പരിപാടി സെറ്റ് ആണെങ്കിൽ നോക്ക്, ആ ഒരു ക്വസ്റ്റ്യനിലൂടെ നോക്കാം അല്ലെ. എന്താ ക്വസ്റ്റ്യൻ? എന്താ കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്താ ക്വസ്റ്റ്യൻ? എന്താണ് ഇതാ പറയുന്നുണ്ട്? എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 50 അല്ലേ. ആകെ കുട്ടികളുടെ എണ്ണത്തെയാണ് 50 ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് പെൺകുട്ടി എത്ര, ആൺകുട്ടി എത്ര അല്ലേ? പെൺകുട്ടി ആൺകുട്ടിയും കണ്ടുപിടിക്കണമെങ്കിൽ ആകെ അംശബന്ധം എത്രയായിരിക്കും പറയാൻ പറ്റുമോ? സിമ്പിളാ. ടോട്ടൽ അംശബന്ധം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുക? 5x. ഇതാണ് ആകെ അഥവാ ടോട്ടല്. ഓക്കെ, ആ 5x ആണ് നമുക്ക് ഇവിടെ തന്നത്. ആകെ കുട്ടികൾ അല്ലേ. ആകെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ആൺകുട്ടിയും കൂടെ കൂടി ചേർന്നതാണ് അല്ലേ. അപ്പോൾ പെൺകുട്ടി ആൺകുട്ടിയും കൂടി ചേർന്ന 5x എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ കുട്ടികൾ എത്രയാണ്? 50 ആണ്. അപ്പോൾ 5x ആണ് ആകെ കുട്ടികളുടെ അല്ലേ. അംശബന്ധം മാറ്റി എണ്ണാക്കിയപ്പോൾ ആകെ കുട്ടികൾ എത്രയായി? 50 അല്ലേ. എടാ 5x 50 ആണെങ്കിൽ ഒരു x എത്രയായിരിക്കും? സിമ്പിളാ. എങ്ങനെ കാണാം? ദാ നോക്ക്, 5x എന്ന് പറഞ്ഞാൽ 50 ആണെന്ന് കിട്ടി. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദാ ഈ 5നെ ഇവിടുന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ x = 50/5. അപ്പോൾ എക്സിൻ്റെ വില എത്ര? 50ൽ 5 10 എണ്ണം. ഈ എക്സിൻ്റെ വില കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ചോദ്യം? ദാ നമ്പർ ഓഫ് ഗേൾസ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഗേൾസ് നമ്മളെന്താ എടുത്തിട്ടുണ്ടായിരുന്നത്? പെൺകുട്ടികളുടെ എണ്ണം നിങ്ങൾക്ക് അറിയാം. എന്താണ്? റേഷ്യോൻ്റെ കൂടെ എക്സ് ചേർത്തു അല്ലേ. അപ്പോൾ എക്സിൻ്റെ വില ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 10 ആണ്. അപ്പോൾ 2x ആണ്. അപ്പോൾ 2 × 10 ആ എക്സിൻ്റെ വില കൊടുത്താൽ മതി. ആൻസർ ഈസ് 20. ദേ നമ്മുടെ ഉത്തരം ഗേൾസ് സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ബോയ്സ് കൂടെ നമുക്ക് കണ്ടുപിടിച്ചാൽ ഫുൾ മാർക്ക്. ബോയ്സ് എന്ന് പറയുമ്പോൾ ആൺകുട്ടികളുടെ എണ്ണം. ആൺകുട്ടികളുടെ അംശബന്ധത്തിൻ്റെ കൂടെ എക്സ് ചേർത്തപ്പോൾ കണ്ടോ 3x ആയി. ആ 3x ആയ നമ്പറിൻ്റെ എക്സിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 10 കൊടുത്താൽ മതി. ഏത് 10? ഈ 10 കേട്ടോ. 3 × 10 3 10 30. അപ്പം നമ്മുടെ ഉത്തരം 30 എന്ത്? പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം ഇവിടെ കിട്ടിയിട്ടുണ്ട്. സെറ്റല്ലേ? അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾ പഠിച്ചു വെച്ചോ. നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കും. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ക്വസ്റ്റ്യൻ എന്താണ്? ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്. ദ റേഷ്യോ ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആസിഡിന് നമുക്ക് A എന്ന് കൊടുക്കാം, വാട്ടറിന് നമുക്ക് എന്ത് കൊടുക്കാം? W എന്ന് കൊടുക്കാം അല്ലേ. പ്രശ്നമൊന്നുമില്ലല്ലോ. എത്രയാണ്? 3:2 ആണ്. അപ്പോൾ ആ ഓർഡറിൽ തന്നെ താഴത്തെ എഴുതിക്ക് 3:2. ഞാൻ പറഞ്ഞിരുന്നു റേഷ്യോ അംശബന്ധത്തിൽ നിന്ന് എക്സ് ചേർത്താൽ എന്താവും? എക്സ് എപ്പോൾ നിങ്ങൾ ചേർക്കുന്നുവോ അത്രയും ലിറ്റർ കിട്ടും. അപ്പോൾ ആസിഡിന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? 3x കൊടുത്തു. കാരണം 3 ആണ് ആസിഡിൻ്റെ റേഷ്യോ അംശബന്ധം. അപ്പോൾ എക്സ് ചേർത്താൽ ആസിഡ് എത്ര ഉണ്ടെന്ന് കിട്ടും അല്ലേ. അതുപോലെ പറ, വാട്ടറിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? വാട്ടർ വെള്ളത്തിൻ്റെ എന്താണ്? 2 ആണെങ്കിൽ 2നോട് കൂടെ എക്സ് ആയിട്ട് ചേർത്താൽ മതി. 2x. കണ്ടോ? ഇതാണ് സംഭവം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചോദ്യത്തിൽ വേറെ സാധനം പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇഫ് ദ ലിക്വിഡ് കണ്ടെയ്ൻ 6 liters ഓഫ് വാട്ടർ. വാട്ടർ എത്ര ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എത്ര ലിറ്ററാ? 6 ലിറ്റർ. അപ്പോൾ വാട്ടർ എത്ര ലിറ്ററാന്ന് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ എക്സ് ഒക്കെ വെച്ചിട്ട് എത്രയാ? 6 ലിറ്റർ. അപ്പോൾ വാട്ടറിൻ്റെ റേഷ്യോൻ്റെ നേരെ എന്ത് കൊടുക്കുക? നോക്ക്, 6 ലിറ്റർ എന്ന് പറയുന്നുണ്ടല്ലോ വാട്ടർ. അപ്പോൾ = എന്ത് കൊടുക്കുക? 6 കൊടുക്കുക. അപ്പോൾ 2x = 6 ആയിട്ട് മാറും അല്ലേ. ഈ സാധനം തന്നെ അങ്ങോട്ട് എഴുതി കേട്ടോ. 2x = 6 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില കാണണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 ഇവിടുന്ന് താഴേക്ക് വരും. താഴേക്ക് പറഞ്ഞാൽ ഗുണിക്കണം, അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഹരിക്കണമായിട്ട് മാറും. അപ്പോൾ 6/2 ദാറ്റ് ഈസ് ആൻസർ ഈസ് 3 ആണ്. എക്സിൻ്റെ വില കിട്ടി. ഓക്കെ, എക്സിൻ്റെ വില കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എക്സിൻ്റെ വില കിട്ടിയാണെങ്കിൽ എക്സിൻ്റെ വില 3 ആണ് നിങ്ങൾക്ക് കിട്ടി. ആസിഡ് എത്രയാണ് പറയാൻ പറ്റുമോ? ആസിഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നടാ. ഏതാ റേഷ്യോ? നോക്ക്, റേഷ്യോ 3 ആണ്. അപ്പോൾ 3x ആകുമ്പോൾ എത്രയാണ് ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ 3xൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? എക്സിന് കൂടെ ഈ 3 കൊടുത്താൽ മതി. 3 × എക്സിൻ്റെ 3 കൊടുക്കുക. ഏത് 3 ആണ്? ഇത് ഈ 3 ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഇൻറ്റു ഉണ്ടാവും. ആ ഇൻറ്റു ആണ് ഇത്. ആ 3 ഇവിടെ തന്നെ കൊടുക്കുക. അപ്പോൾ എക്സിന് പകരം 3 കൊടുക്കുക. 3 × 3 3 9 ലിറ്റർ ആരുണ്ടാവും? നമ്മുടെ ആസിഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആസിഡ് എത്ര ലിറ്റർ? 9 ലിറ്റർ ആസിഡ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എ പാർട്ടിൻ്റെ ഉത്തരം കിട്ടിയല്ലോ. എത്രയാണ്? ആസിഡ് എത്ര അളവ്? ഓക്കെ, ഇനി എന്താ ചോദിച്ചാൽ ആകെ എത്ര ലായനിയുണ്ട് അല്ലേ. ടോട്ടൽ എത്ര ലിക്വിഡ് ഉണ്ട്? അപ്പോൾ ടോട്ടൽ കാണണമെങ്കിൽ ബി പാർട്ടിൻ്റെ ആണ്. ടോട്ടൽ കാണണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്.
അതിലെന്തൊക്കെയാണ് ഉള്ളത്? ആസിഡും പ്ലസ് വാട്ടറും ഉണ്ട് അല്ലേ? ആസിഡും വാട്ടറും ഉള്ളത്. ആസിഡ് എത്ര ലിറ്ററാണ്? ആസിഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള 9 ലിറ്ററും നേരത്തെ വാട്ടർ എത്ര ലിറ്ററാന്ന് പറയുന്നുണ്ട്? 6 ലിറ്ററും. അപ്പം ആസിഡ് 9 ലിറ്റർ പ്ലസ് വാട്ടർ എത്രയാണ്? 6 ലിറ്റർ. അപ്പോൾ 9ഉം 6 ലിറ്ററും കൂട്ടിയ 15 ലിറ്ററാണ് ടോട്ടൽ അതിലുണ്ടാവുക. ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചോ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. സെറ്റാണ്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതാ നിങ്ങളുടെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യമാണ് ദാ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ ചോദ്യം. ഏതാ നോക്കാലോ? വാ, ഏതാണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. എന്താ ക്വസ്റ്റ്യൻ? സിമ്പിളാണ്. ദ സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 2:3. ഏതൊരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഈ വളഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യന് എന്താണ്? വളഞ്ഞ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സംഭവം എന്താണെന്നറിയോ? ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് 2a എന്ന് പറയുന്നുണ്ട്. ഇവിടെ എക്സിന് പകരം ഇവരെടുക്കാൻ പറയുന്ന സ്ഥാനത്ത് ഏതാ? എ ആണ്. അപ്പോൾ ഒരു പറഞ്ഞതുകൊണ്ട് നമുക്ക് എക്സിന് പകരം എന്തും എടുക്കുക? എയും എടുക്കുക. അത് ഓർമ്മയിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവർ പറയുന്ന പോലെ ചെയ്ത് നോക്കാം. നമുക്ക് ബ്രെഡ്ത്ത് എത്ര എടുക്കണം എന്ന് പറയുന്നുണ്ട്? 2a. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വീതി എത്രയാണ് അവരെടുക്കാൻ പറഞ്ഞാൽ അതേ തന്നെ എടുക്കുക, 2a. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ലെങ്ത്ത്? നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ബ്രെഡ്ത്ത് 2 ആണെങ്കിൽ ഇതാണ് 2a ആണെങ്കിൽ ഇത് രണ്ടുമാണ് മാച്ചിങ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓർമ്മയിൽ ഉണ്ടാവുക. റേഷ്യോ അംശബന്ധം 2 ആണെങ്കിൽ ഇവർ എ ഇൻക്ലൂഡ് ചെയ്താൽ എന്തായി? അതിൻ്റെ ലെങ്ത്ത് ആയില്ലേ? നേരത്തെ എക്സ് കൂട്ടി ചേർത്ത് അതിൻ്റെ നീളം എണ്ണം ആകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് എങ്ങനെയാണ് കാണുക? നീളം എങ്ങനെ കാണുക? നീളം കാണണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്താൽ മതി? എന്തായിരിക്കും നീളം അല്ലേ? അപ്പം നീളം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3നോട് കൂടെ ലെങ്ത്ത്, അതായത് നീളം കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 3a ആയിരിക്കും. കാര്യം ഇത് 2a ആണെങ്കിൽ ഈ 3a ആയിരിക്കും നമ്മുടെ ലെങ്ത്ത്. സെറ്റാണല്ലോ? നീളം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ 40 ആണെങ്കിൽ എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കി വെച്ചോ, ഈ ഒരു ക്വസ്റ്റ്യൻ അഥവാ ചുറ്റളവ് എപ്പോഴും ഒരു ചോദ്യപേപ്പറിൽ കാണാറുള്ളൊരു ക്വസ്റ്റ്യനാണ് മക്കളെ. എവിടെ ഒരു ചുറ്റളവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, പെരിമീറ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആദ്യം തന്നെ എഴുതി വെച്ചോ, ചുറ്റളവ് കാണാനുള്ള സമവാക്യം നിങ്ങൾക്കറിയാം. എങ്ങനെ ചെയ്യുക? 2 ഇൻറ്റു നീളം പ്ലസ് വീതി, അഥവാ 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നാണ് പറയുക കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിൽ നീളത്തിന് നമ്മൾ എന്ത് പറയും? ലെങ്ത്ത്. വീതിക്ക് നമ്മൾ ബ്രെഡ്ത്ത് എന്ന് പറയും. അത് എത്രയാണ് ഇന്ന് ഇവിടെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, ഒരു ചോദ്യത്തിൽ പെരിമീറ്റർ ചുറ്റളവ് തന്നോ, ഇത് എഴുതി വെക്കുക. എന്നിട്ട് ഞാനൊരു ഉടായ്പൂടെ പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഇത് എഴുതി വെച്ചിട്ട് എത്രയാണോ ചുറ്റളവ്, ഇത് സമവാക്യമാണേ, ആ സമവാക്യം എഴുതി വെച്ചിട്ട് എത്രയാണോ ചുറ്റളവ് ആ സാധനത്തിൻ്റെ പകരം ഈക്വൽ ടു 40 എഴുതുക. ഇതാണ് ഐഡിയ. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇനി ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഈ 2നെ പിടിച്ചിട്ട് ഇവിടോട്ട് മാറ്റുക. കാരണം ഇവിടെ ഈ 2 പാടില്ല. ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇവിടെ ഗുണിക്കണം, ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഹരിക്കണം കേട്ടോ. അപ്പം എങ്ങനെ വരും? നീളം, അതായത് ലെങ്ത്ത് പ്ലസ് വീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 40ൻ്റെ താഴെ 2 വരും, /2. അപ്പം 2 ആടെ പോയി /2. അപ്പം നീളം പ്ലസ് വീതി, ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാടാ? ആ 40ൻ്റെ പകുതി 20 ആയിരിക്കും. മക്കളെ, എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കിക്കോ. ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കുറേ പരീക്ഷയിൽ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും. അതുകൊണ്ട് ഞാനൊരു എളുപ്പവഴി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എളുപ്പവഴി പറഞ്ഞുതരാം. ഒരു ചോദ്യത്തിൽ ചുറ്റളവ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് നീളവും വീതിയും കണ്ടുപിടിക്കാനുള്ള, അതായത് പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ എത്രയാണോ പെരിമീറ്റർ അതിൻ്റെ പകുതിയായിരിക്കും എല്ലാ ഇപ്പോഴും നീളവും വീതിയും കൂടെ കൂട്ടിയാൽ. ഓക്കെ, നീളവും വീതിയും കൂടെ ആഡ് ചെയ്താൽ ആ ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ചുറ്റളവ് ഉദാഹരണത്തിന്, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഉദാഹരണത്തിന് 60 ആണെന്ന് വിചാരിച്ചോ. 60 ആണെങ്കിൽ നീളം പ്ലസ് വീതി, അതായത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ഈ 60ൻ്റെ പകുതി ആയിരിക്കും കേട്ടോ. 60ൻ്റെ പകുതി ആണെങ്കിൽ 30 ആയിരിക്കും. ഈ ഒരു ഐഡിയ നിങ്ങൾ വെച്ച് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇപ്പം. ഓക്കെ, ഏതാണോ ചുറ്റളവ് അതിൻ്റെ പകുതി ആയിരിക്കും നീളവും വീതിയും കൂടെ കൂട്ടിയാലുണ്ടാവുക. ഓക്കെ, ഇനി സിമ്പിളാണ് ചെയ്യാൻ. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പം നിങ്ങൾക്ക് കിട്ടും എന്ത്? നീളം അല്ലേ? അതൊക്കെ നേരത്തെ പോലെ തന്നെ നീളം പ്ലസ് വീതി, ആ 40ൻ്റെ പകുതി തന്നെയാണ് 20. നീളം എത്രയാണ് നമ്മളിവിടെ എടുത്തു? എത്രയാണ്? നീളം 2a ആണ്. നീളം 3a ആണ്. നീളം 2a. അപ്പം നീളം 3a കൂട്ടണം
വീതി 2a സമം ഇപ്പുറത്തുള്ള 20 എഴുതുക. 2aയും 3aയും കൂടെ കൂട്ടിയാൽ എത്രയാ? അല്ലെങ്കിൽ 3aയും 2aയും കൂടെ കൂട്ടിയാൽ 5a. 5a എന്ന് പറഞ്ഞാൽ ദാ ഇപ്പുറത്തുള്ള 20 ഈ 5നെ പിടിച്ച് താഴോട്ടിടുക. നേരത്തെ പോലെ തന്നെ താഴോട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ a = 20ന്റെ താഴെ 5 വരും. അപ്പോൾ a = 4. എന്റെ ഉത്തരം കിട്ടി. a എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കി വെച്ചോ. നേരത്തെ നമ്മൾ എക്സിൻ്റെ വില കണ്ടുപിടിച്ചില്ലായിരുന്നോ? അതുപോലെ തന്നെ ഇവിടെ എ. അപ്പോൾ ഞാനൊന്ന് എടുത്തു നോക്കാം അല്ലേ നമുക്ക്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ദാ ഇവിടെ എത്രയാണ് നമ്മുടെ എ എന്ന് കൊടുക്കുക. അപ്പോൾ 2നോട് കൂടെ എൻ്റെ വില എത്രയാടാ? 4. ആ 4 കൊടുക്കുക. 2 × 4 ദാറ്റ് ഈസ് 8 സെൻറ്റിമീറ്റർ. സെറ്റാണല്ലോ. അതുപോലെ 3ൻ്റെ കൂടെ ഈ 3ൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഈ എൻ്റെ വില കൊടുത്താൽ മതി. അപ്പോൾ 3 × 4 എൻ്റെ വില അവിടെ കിട്ടീന് കേട്ടോ. 4 3 4 എത്ര വരിക? 12 സെൻറ്റിമീറ്റർ. മക്കളെ ഇത് പഠിച്ചു വെച്ചോ. എപ്പോൾ ചുറ്റളവ് തന്നോ അതിൻ്റെ പകുതി ആയിരിക്കും എന്ത് വരിക? നീളവും വീതിയും കൂട്ടിയാൽ. ഓക്കെ, ഇത് മാത്രം എഴുതി വെച്ചാലും മതി. നീളം വീതിയും കൂട്ടിയാൽ എത്രയാണോ 40ൻ്റെ പകുതി, 60 60ൻ്റെ പകുതി, 100 100ൻ്റെ പകുതി, 500 500ൻ്റെ പകുതി, 1000 1000ൻ്റെ പകുതി, ഏതാണോ നീളം വീതിയും കൂട്ടിയാൽ അതിൻ്റെ പകുതി ആയിരിക്കും കേട്ടോ. സംഭവം എന്താണ് അവിടെ വർക്കാവുന്ന ഇവിടെ പറഞ്ഞു, വർക്കിംഗ് പ്രോസസ് ഞാൻ അവിടെ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ചോദ്യം നമുക്ക് ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. ആ ചോദ്യം കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? ഒന്ന് ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. നേരത്തെ പോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം മക്കളെ, എന്നാൽ നിങ്ങൾ വേറെ ലെവലാവും, ഒരു സംശയവുമില്ല കേട്ടോ. അപ്പോൾ എന്താണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ചോദ്യം സിമ്പിളാണ്. എന്താ ക്വസ്റ്റ്യൻ? എന്താ നേരത്തെ പോലെ തന്നെയാണ്. ദാ ഇവിടെ കണ്ടോ, നിങ്ങൾ പെരിമീറ്റർ തന്നിട്ടുണ്ട് 48, ചുറ്റളവ് തന്നിട്ടുണ്ട് എത്രയാണ്? 48 തന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഒരു ചോദ്യത്തിൽ ചുറ്റളവ് എന്ന് പറയുന്ന ചുറ്റളവ് അല്ലേ, അല്ലെങ്കിൽ പെരിമീറ്റർ തന്നു. എത്ര പെരിമീറ്റർ തന്നത്? പെരിമീറ്റർ തന്നത് 48 എങ്കിൽ 48 48 നിങ്ങൾ മനസ്സിലാക്കിക്കോ, നീളം വീതിയും കൂടെ കൂട്ടിയാൽ എത്രയേ വരുള്ളൂ? ആ 48ൻ്റെ പകുതിയേ വരത്തുള്ളൂ. 48ൻ്റെ പകുതിയേ വരത്തുള്ളൂ. അതായത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ, നീളം പ്ലസ് വീതി എത്രയാണ് വരിക? 48ൻ്റെ പകുതി. ഞാൻ പറഞ്ഞു നേരത്തെ അല്ലേ, ആ സാധനത്തിൻ്റെ പകുതി ആയിരിക്കും എപ്പോഴും വരിക നീളം വീതി കൂട്ടിയാൽ കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ പഠിച്ചു വെച്ചോ. എപ്പോൾ ചുറ്റളവ് ചോദിച്ചിട്ട് നീളം വീതിയും കണ്ടുപിടിക്കാൻ പറഞ്ഞാലും, പെരിമീറ്റർ ചോദിച്ചിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. 24 കിട്ടും അല്ലേ. അപ്പം നീളം വീതിയും കൂട്ടി അവിടെ ഒരു ചോദ്യം തന്നെ ഉണ്ട്. അത് എന്താ നോക്ക്, 24 നീളം വീതിയും കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നതെന്ന് ഇവിടെ ചോദ്യം ഉണ്ട്. അപ്പോൾ എത്രയാണ് വരിക? 24. ഓക്കെ, 24 സെൻറ്റിമീറ്റർ. അപ്പോൾ എ പാർട്ട് കിട്ടി. ഇനി എന്താ? കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. മക്കളെ ലെങ്ത്തും ബ്രെഡ്ത്തും കാണണമെങ്കിൽ ആദ്യം റേഷ്യോ വേണം. നോക്ക്, റേഷ്യോ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ ഇവിടെ ഉണ്ട് അല്ലേ. അതായത് നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ 5:3 ആണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. നീളം ഈസ് വീതി. ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞിരുന്നു എത്രയാണ്? 5:3. 5:3. നീളം കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ 5 ആണെങ്കിൽ 5നോട് കൂടെ എക്സ് ചേർത്താൽ മതി. അപ്പോൾ നീളമായി. വീതി കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 3 ആണെങ്കിൽ 3നോട് കൂടെ എന്ത് ചെയ്താൽ മതി? എക്സ് ചേർത്താൽ മതി. 3x. എപ്പോൾ എക്സ് ചേർക്കുന്നുവോ, എക്സ് മാത്രമാവല്ലേ വേറെ സ്ഥലങ്ങളൊക്കെ വരുമൊക്കെ ചെയ്യട്ടോ. എപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിലൊരു അക്ഷരം ചേർക്കുമ്പോൾ അപ്പോൾ അത്രയും നീളം കിട്ടും എന്നാണ് പറയണത്. അപ്പോൾ എക്സ് നമ്മൾ ചേർത്തു. ഓക്കെ, ഈ സാധനം ചേർക്കുക. അങ്ങനെ നീളം എത്രയാണ്? 5x. അപ്പോൾ ഈ നീളത്തിന് പകരം എന്ത് കൊടുക്കുക? 5x പ്ലസ് വീതിക്ക് പകരം എന്ത് കൊടുക്കുക? ഈ 3 കൊടുക്കുക. 3x സമം 24. ഇതിന് നിങ്ങൾക്ക് എക്സിൻ്റെ വില കിട്ടൂലേ? 5x 3xും കൂടെ കൂട്ടിയാൽ 8x സമം 24. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ 8നെ പിടിച്ച് താഴോട്ട് ഇട്ടാൽ മതി കേട്ടോ. അതായത് ബൈ വരും. എവിടെ വരും? ആ 24ൻ്റെ താഴേക്ക് വരും. അപ്പോൾ ആൻസർ എങ്ങനെ വരും? എക്സിൻ്റെ വില ദാറ്റ് ഈസ് എന്താണ് എക്സിൻ്റെ വില? 24 ഹരിക്കണം 8. 24 എത്ര 8 ഉണ്ട്? 3. ആ 3ൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കി വെച്ചോ, ഇവിടെ ആ 5 × 3 കൊടുക്കുക. 5 3. കാരണം നീളം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ എക്സിന് എന്ത് കൊടുക്കുക? ഈ എക്സിന് ഈ 3 കൊടുത്താൽ മതി. ഇവിടെ ഇൻറ്റു ഉണ്ടാവും കേട്ടോ. ആ ഇൻറ്റു ആണിത്. അപ്പോൾ 5 3 ഗുണിച്ചാൽ 15 വരും. അതുപോലെ തന്നെ അടുത്തും കൂടെ ഈ എക്സിൻ്റെ വില ഇവിടെ ഒന്ന് കൊടുത്തേ. അപ്പോൾ എന്ത് വരും? 3 × 3 ദാറ്റ് ഈസ് 9 വരും. അപ്പോൾ 15 9 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. നീളം 15ഉം വീതി 9 വരിക. നമ്മുടെ ഉത്തരം സെറ്റ്. റെഡിയാണോ? അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക മക്കളെ. ചുറ്റളവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കലുണ്ട്.
അപ്പോൾ നമുക്ക് ഇതുപോലൊരു ചോദ്യം കൂടെ തന്നിട്ട് നിങ്ങൾക്ക് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഇതുപോലൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ മോഡൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ പൊതുവേ ഒന്ന് കാണാറുണ്ട്. ആ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഇതാ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഈ ചോദ്യം നേരത്തെ ചോദ്യം തമ്മിൽ വ്യത്യാസം എന്താ? നേരത്തെ ചതുരത്തിൻ്റെ ചുറ്റളവായിരുന്നു അല്ലേ, അഥവാ നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആയിരുന്നു. പക്ഷേ ഇവിടെ ചോദ്യം നന്നായിട്ട് നോക്കുക. ദ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സംഭവം ഒന്നുമില്ല. ആ 3 സൈഡ് ഉണ്ടെങ്കിൽ 3 സൈഡും കൂടെ എന്ത് ചെയ്താൽ മതി? ഒന്ന് കൂട്ടിയാൽ മതി. ആ 3 കൂടെ കൂട്ടി എന്താവും? ഈ 3 സൈഡും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും, ചുറ്റളവ് കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 സൈഡ്സിൻ്റെ റേഷ്യോ എന്താണ്? സൈഡ്സിൻ്റെ റേഷ്യോ 2:3:4. ഓക്കെ, 2:3:4. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നല്ലേ, ഒരു റേഷ്യോ അംശബന്ധത്തിൻ്റെ കൂടെ നിങ്ങൾ എപ്പം ഇംഗ്ലീഷിൽ ഒരു അക്ഷരം അല്ലെങ്കിൽ എക്സ് ചേർക്കുന്നുവോ ഉടനെ നമുക്ക് എന്താ കിട്ടുക? എത്രയാണോ നീളം അത് കിട്ടൂലേ. അപ്പം നീളങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. സൈഡ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, വശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ വശങ്ങൾ എത്രയ്ക്കാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നും ചെയ്യേണ്ട, സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ 2ന് പകരം 2x കൊടുക്കുന്നു. ഇപ്പം നീളായി, ഒരു നീളം കിട്ടും. ഓക്കെ, ഈ 3ന് പകരം 3x കൊടുക്കുന്നു, അടുത്ത നീളായി. ഈ 4ന് പകരം 4x കൊടുക്കുന്നു, അടുത്ത നീളായി. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും. ഇത് 2x, ഇത് 3x, അതുപോലെ ഇത് 4x ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എത്രയാ? 36 ചുറ്റളവ്. പെരിമീറ്റർ എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാണ്? 36 തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ അഥവാ ഒരു ത്രികോണത്തിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് 3 കൂടെ കൂട്ടിയാൽ മതി. ഈ 3 സൈഡ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് 2x, ഇത് 3x, ഇത് 4x ആണെന്ന് വിചാരിച്ചോ. ഇത് 3 കൂടെ ഒന്ന് കൂട്ടി വയ്ക്കുക. 3 കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് 36 എന്നാണ് പറയുന്നത്. കൂട്ടാലോ നമുക്ക്? അപ്പോൾ 2x കൂട്ടണം, 3x കൂട്ടണം, 4x = എത്ര വരും നോക്കാം അല്ലേ? അതെത്രയാണ് വരുന്നത്? 36. ഓക്കെ, 2ഉം 3ഉം 4x കൂടെ കൂട്ടി എത്ര വരും? 9x വരും കേട്ടോ. അപ്പോൾ 9x = 36. മക്കളെ നിങ്ങൾ പറ, 9x 36 ഈ 9നെ പിടിച്ചിട്ട് താഴോട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എങ്ങനെ വരും നമുക്ക് ഉത്തരം? x = 36ൻ്റെ താഴേക്ക് വരും 9. എത്ര വരും? 36 ഹരിക്കണം 9, 4. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി മക്കൾ. എത്ര ആൻസർ 4ആണ് എക്സിൻ്റെ വില. ഓക്കെ, ഇവിടെ എക്സിൻ്റെ വില 4. അപ്പോൾ ഏതൊക്കെയാണ് വശങ്ങൾ കാണണമെങ്കിൽ സിമ്പിളാണ്. ഒന്ന് 2x ആയിരുന്നില്ലേ? എന്നാൽ നോക്ക്, ഒരു വശം 2x ആയിരുന്നില്ലേ? അപ്പോൾ ഈ എക്സിന് പകരം എന്തെടുത്താൽ മതി? ആ 4 കൊടുത്താൽ മതി. അപ്പോൾ 2 × 4 എത്ര വരും? ഒരു വശം 8. അടുത്ത വശം എന്ന് പറഞ്ഞാൽ 3x ആയിരുന്നു. അപ്പം എക്സിന് പകരം 3 × 4 അപ്പം 12. അടുത്തത് 4x ആയിരുന്നു. 4 × 4 അപ്പം എത്ര വരും? 16. സെൻറ്റിമീറ്റർ ആണെങ്കിൽ എല്ലാം സെൻറ്റിമീറ്റർ കൊടുക്കാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു ചോദ്യത്തോടു കൂടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു ചോദ്യത്തോടു കൂടെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിലെ മുഴുവൻ ക്വസ്റ്റ്യൻസിലെ ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യനൂടെ തരാം. അതോടൊപ്പം തന്നെ ആ ഒരു ചോദ്യം ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പരീക്ഷ ഇവിടെ അടുക്കുകയാണ്. പരീക്ഷ എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നിങ്ങൾ ഞങ്ങളോട് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളത് അറിയിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. ഈ IDയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാമൊക്കെ കഴിഞ്ഞിട്ട് സാർ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളതൊക്കെ ഒന്ന് പറയുക. കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കിട്ടാനും ഉള്ളതൊക്കെ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ഇൻസ്റ്റഗ്രാം IDയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയയ്ക്കുക. ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്ത ഈ ഒരു ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യം ഞാൻ എന്ത് ചെയ്തു തരാം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ഞാനിവിടെ തരാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് സെക്ഷനിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകം മറക്കണ്ട, എന്ത് ചെയ്തോളാം, മെസ്സേജ് അയക്കാൻ ID ഞാൻ പറഞ്ഞു. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണാം. ഇറ്റ്സ് മീ VJR സൈനിങ് ഓഫ്. താങ്ക് യു.